2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു. ഇന്നത്തെ റിപ്പോർട്ടിലും ഫിൻലൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തി. തുടർച്ചയായി 8ാമത്തെ വർഷമാണ് ഫിൻലാൻഡ് ഒന്നാമതാകുന്നത്. തൊട്ടു പിന്നാലെ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, നെതർലാൻഡ് എന്നിവരാണ് യഥാക്രമം ആദ്യ 5 സ്ഥാനങ്ങളിൽ. ബ്രിട്ടനിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ വെൽബീയിങ് റിസർച്ച് സെന്ററാണ് 2012 മുതൽ എല്ലാ വർഷവും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. 147 രാജ്യങ്ങളുടെ ലിസ്റ്റാണ് എല്ലാ വർഷവും ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്. Usual, Nordic countries scored highly in the happiness report, which creates its ranking using survey data from the past 3 years, along with measures of GDP per capita, social support, life expectancy, freedom, generosity, and corruption. But according to the report's editor-in-chief, this year's figures show a pointed increase in anxiety around the world. The larger political turbulence, shall we say, these days does very much play a role. And we pick this up in the negative emotions around anxiety, worry, stress. The degree that people worry has increased extraordinarily. The United States fell to 24th on the list, its worst score since the World Happiness Report was first published in 2012. France came in at only 33rd place, despite French emphasis on shared meals, which the scientists have identified as one of the secrets to happiness. ഇത്തവണ ഇന്ത്യ കഴിഞ്ഞ വർഷത്തെ 126 സ്ഥാനത്ത് നിന്ന് 8 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 118-ലെത്തി. എന്നാൽ US-ഉം ചൈനയും താഴേക്ക് പോയി. ചൈന കഴിഞ്ഞ വർഷത്തെ 60-ാം സ്ഥാനത്ത് നിന്നും 68-ലേക്ക് കൂപ്പുകുത്തിയപ്പോൾ US ആകട്ടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന റാങ്കിങ്ങിലേക്ക് പോയി, 24-ാം സ്ഥാനം. തൊട്ടു മുന്നിൽ 23-ാം സ്ഥാനത്ത് ബ്രിട്ടനുമുണ്ട്. ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിലെ പ്രത്യേകത ആദ്യ 10 സ്ഥാനത്തിനുള്ളിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ കോസ്റ്ററിക്കയും മെക്സിക്കോയും ഇടം പിടിച്ചു എന്നതാണ്. യുദ്ധങ്ങളുടെ നടുവിലാണെങ്കിൽ കൂടി ഇത്തവണ ഇസ്രായേൽ 8ാം സ്ഥാനത്തുണ്ട്. 2025-ലെ പഠനത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോടൊപ്പം UN-ഉം അതായത് യുണൈറ്റഡ് നേഷൻസും അനലറ്റിക്സ് സ്ഥാപനമായ ഗാലപ്പും സഹകരിച്ചിരുന്നു. ഇത്തവണ UN's ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്, അതായത് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സന്തോഷ ദിനത്തോടനുബന്ധിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ പഠനത്തിന്റെ ഭാഗമായി സ്വന്തം ജീവിതം വിലയിരുത്താൻ ആവശ്യപ്പെടുമ്പോൾ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ നൽകുന്ന ഉത്തരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതേക്കുറിച്ച് ഗാലപ്പിന്റെ CEO ജോൺ ക്ലിഫ്റ്റൺ പറയുന്നത്, സന്തോഷം എന്നത് സമ്പത്തിനെ കുറിച്ചോ വളർച്ചയെക്കുറിച്ചോ മാത്രമല്ല എന്നും അത് ആരോഗ്യത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കരുതലിനെ കുറിച്ചും ബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചുമൊക്കെയാണ്. ഇതിൽ പരസ്പരം ആശ്രയിക്കുന്നതും സഹായിക്കുന്നതും ഭക്ഷണം പങ്കിടുന്നതും എല്ലാം ഉൾക്കൊള്ളുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പഠനത്തിന്റെ ആധാരം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഒരു ആപത്തിനെതിരെ മുൻകൂട്ടി കരുതലുകൾ എടുക്കുന്നതിനേക്കാൾ മനുഷ്യന് സന്തോഷം മറ്റുള്ളവരുടെ ദയയും സ്നേഹവുമാണെന്നാണ് പുതിയ പഠനത്തിലെ കണ്ടെത്തൽ. ഇത്തവണത്തെ പഠനത്തിന്റെ ഭാഗമായി പണമടങ്ങിയ ഒരു പേഴ്സ് പൊതുസ്ഥലങ്ങളിൽ പരീക്ഷണത്തിനായി ഇടുകയും പിന്നീട് ഈ പേഴ്സ് കിട്ടുന്ന വ്യക്തി ആ പേഴ്സ് തിരികെ ഏൽപ്പിക്കുമോ എന്ന ചോദ്യത്തിന് സാധ്യതയില്ല എന്ന ഉത്തരമാണ് കൂടുതൽ പേരും പറഞ്ഞത്. ഇതിൽ നിന്നും ജനങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് മനുഷ്യന്റെ സന്തോഷത്തെ കുറയ്ക്കുന്നു. എന്നാൽ പിന്നീട് പേഴ്സ് തിരികെ നൽകിയവരുടെ കണക്കെടുത്തപ്പോൾ ഭൂരിപക്ഷം പേരും പേഴ്സ് തിരികെ നൽകുകയായിരുന്നു. ഇതിൽ മുൻപന്തിയിലുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. പതിവ് പോലെ ഏറ്റവും സന്തോഷമില്ലാത്ത രാജ്യമായി ഇത്തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനാണ്. ഇവർക്ക് തൊട്ടു മുമ്പിൽ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണും ലെബനോണുമുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സ്ഥാനം നഷ്ടപ്പെടുത്തി 109-ാം സ്ഥാനത്ത് പാകിസ്ഥാനുമുണ്ട്. സാമ്പത്തിക ശാസ്ത്രം, മനഃശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, പ്രതിശീർഷ വരുമാനം, ആരോഗ്യം, ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, അഴിമതി എന്നീ ഘടകങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ബൃഹത്തായ പഠനമാണിത്. അവസാനമായി, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെക്കാൾ കൂട്ടുകുടുംബമായി താമസിക്കുന്നവരിലാണ് കൂടുതൽ സന്തോഷമെന്നും ഈ പഠനത്തിൽ നിന്ന് വ്യക്തമായിരുന്നു.